വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാവും നിങ്ങളെ നമ്മൾ പഠിക്കുന്നത്. 1ാമത്തെ യൂണിറ്റ് നമ്മൾ ഇട്ടായിരുന്നു പനിനീർ പൂവെന്നാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ പ്രമുഖ കവിയായിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരൻ എഴുതിയ ഒരു കവിതയായിരുന്നു പനിനീർ പൂ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ലിങ്ക് ഇട്ടതാണ്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി എടുത്തെന്ന് കരുതുന്നു, പഠിച്ചെന്നും കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2ാമത്തെ പാഠം ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് എഴുതി തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു കഥയാവും നിങ്ങൾക്ക് ആ കഥ ആദ്യമേ എന്താണെന്ന് നിങ്ങളത് കേട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. കാരണം ആ കഥയിൽ നിന്നുമാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാനിപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ ഒരു ലോജിക്കും ഇല്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ആ കഥ കേട്ടാലുണ്ടല്ലോ, നിങ്ങൾ ആ കഥയിൽ നിന്ന് എവിടുന്ന് ചോദ്യം കേട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ തൊണ്ട ഒട്ടും വയ്യ കുഞ്ഞുങ്ങളെ. നമ്മുടെ ഈ സ്കൂൾ തുറന്ന് ജൂൺ 1 മുതൽ തൊണ്ട പണി മുടക്കിയതാണ് കേട്ടോ. അതുവരെ ഒരു കുഴപ്പവും ഇല്ലാത്തൊരു തൊണ്ടയായിരുന്നു കേട്ടോ. എന്തുവാന്നറിയത്തില്ല നിങ്ങൾ കേട്ടോ. 1 സ്കൂൾ തുറന്നപ്പോൾ പോലെ അത് പണിമുടക്കില്ല. ഇവിടെ വരെ പോകും നോക്കാം. ഇതിപ്പോൾ തൊണ്ട മാറിയിട്ട് നമുക്ക് ക്ലാസ് ഇടാമെന്ന് വെച്ചാലേ ചിലപ്പോൾ സ്കൂൾ അടയ്ക്കും കേട്ടോ. അടുത്ത വർഷത്തെ ആവേണ്ടി വരും. അതുകൊണ്ട് ഈ വർഷത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണ്ടായോ. അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് അരോചകമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറിക്കോ. അതല്ല, കഥ കേട്ടിട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല. ഈ കഥ കേട്ടിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കേണ്ടവർക്ക് അങ്ങനെയും പഠിക്കാം കേട്ടോ. ഇച്ചിരി അരോചകമായാലും വേണ്ടിയില്ല കുഞ്ഞുങ്ങളെ, ഈ കഥ അങ്ങ് പഠിക്കുക കേട്ടോ. കാരണം ഈ കഥയിൽ നിന്നാണ് ചോദ്യം. കാരണം നമുക്ക് പുതിയ ടെസ്റ്റാണ്. എവിടെ നിന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് മുൻകാലത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് റെഫർ ചെയ്യാൻ ഒന്നും നമുക്ക് ഇല്ല, പുതിയ ടെസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കഥ നല്ലതുപോലെ പഠിച്ചു വെച്ചാൽ അതിനകത്ത് നിന്ന് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിയ എസിൻ്റെ ഒരു ബാലകഥയാണ് താളുകൾക്കിടയിലെ ഒരു മയിൽപീലി എന്നത്. രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പഠിത്തം നിന്നുപോയ അനുരാധ എന്ന പെൺകുട്ടിയെയും, അല്ലേ, അനുതാര എന്നല്ലേ കുഞ്ഞുങ്ങളെ, അനുരാധ എന്ന പെൺകുട്ടിയെയും നന്നായി പഠിക്കുന്ന മിടുക്കനായ എന്നാൽ പനി വന്ന് അന്ധയായി മാറിയ ഒരു നീലകണ്ഠൻ എന്ന ആൺകുട്ടിയുടെയും കഥയാണ് താളുകൾക്കിടയിലൂടെ മയിൽപീലി എന്ന് പറയുന്ന കഥയിൽ പറയുന്നത് കേട്ടോ. ഒന്ന് ചുരുക്കി പറഞ്ഞതാ. നമുക്ക് പാഠം നോക്കാം കുഞ്ഞുങ്ങളെ. ഏതാണ്ട് അതായത് കഥ നിങ്ങൾ നല്ലതുപോലെ കേട്ടിരിക്കണം കേട്ടോ. ഞാൻ എന്നെയും കൊണ്ട് ഒക്കാവുന്ന മാക്സിമം ഇതിൽ ഞാൻ സൗണ്ട് എടുത്ത് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കഥ നല്ലതുപോലെ മനസ്സിലായാൽ മതി കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, താളുകൾക്കിടയിലൊരു മയിൽപീലി. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ. വേദനകളുടെ ലോകത്തു നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതും എന്നെനിക്ക് തോന്നും. വളരെ മുമ്പ് കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേദനകളിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എൻ്റെ അസുഖം തിരക്കിട്ടെത്തുകയായി. ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ, നുണയാൻ മധുരമില്ലാതെ, കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും 1ാം സ്ഥാനമാണ്. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ്. എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2 3 പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ, ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളുമാണ് കേട്ടോ. ഫസ്റ്റ് പേജിൽ ഇതാ കൊടുത്തേക്കുന്നത്. വല്ലതും മനസ്സിലായോ? അപ്പം നമുക്ക് ഇത് വലിയൊരു കഥയാണ്. നിങ്ങൾ കേട്ടിരുന്നാൽ മതി കേട്ടോ. നിങ്ങൾ വായിക്കണ്ട, കേട്ടിരുന്നാൽ മതി. അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവച്ച വലിയ കണ്ണുകളും മുഖത്ത് ഒതുങ്ങാത്ത സന്തോഷ ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാവും. എന്തോ കടുത്ത രോഗമാവും നമ്മുടെ ഇതിലെ കഥാപാത്രത്തിന്. അപ്പം അത് രോഗം കൂടുമ്പോൾ അവധിയെടുത്ത് വീട്ടിലിരിക്കുകയാണ്. രോഗം മാറിക്കഴിയുമ്പം ക്ലാസ്സിലോട്ട് വരുമ്പം ചില കുട്ടികൾ ഈ കുട്ടിയെ മറന്നു പോവുകയാണ്.
ഇല്ലേ? കൂട്ടുകാരിൽ നിന്നും പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാകുമെന്ന്. പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തുവെന്ന പോലെ ചേർത്ത് പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്നും ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവിളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്വത്തോടെ എന്നെ നോക്കുന്നത് കാണാം, അല്ലേ? എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ മൂങ്ങാ കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടിപ്പോയ ഒരുപാട് പേര് വട്ടം കൂടിയത് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരും. ഈ കൊച്ചിൻ്റെ വട്ടം ഇങ്ങനെ പിള്ളേർ വട്ടം കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഈ കുട്ടിക്ക് എന്താ തോന്നിയത്? പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മൂങ്ങാക്കുഞ്ഞ് കയറിയായിരുന്നേ. ഈ മൂങ്ങാക്കുഞ്ഞിനെ കാണാൻ വഴിയെ പോകുന്ന കുറേ പേര് ഈ മൂങ്ങാക്കുഞ്ഞിനെ കാണാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആ ഒരു അവസ്ഥയാണ് അതിനന്തരം അനുഭവപ്പെട്ടത്. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്കു മീതെ കൂടി, അത് നോക്കണേ കുഞ്ഞുങ്ങളെ, ആ കൊച്ചിൻ്റെ അവസ്ഥ ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്ക് മീതെ കൂടി കെട്ടിയ സ്റ്റാഫ് ഉണ്ടല്ലോ, സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാനിങ്ങനെ നിന്നു. ചുറ്റുമൊഴുകി പരന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്കൊന്ന് കരയണമെന്ന് വരെ തോന്നിപ്പോയി. കാരണം തലമുടി മൊത്തം പോയി കുഞ്ഞുങ്ങളെ. തലമുടി മൊത്തം പോയപ്പോൾ അത് ആരും കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ തൂവാല പോലെ ഉണ്ടല്ലോ സ്ക്രാഫ്, അത് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചേക്കുക. അത് പക്ഷേ കെട്ടുമ്പം അങ്ങ് അഴിഞ്ഞു പോവുക, പിന്നെയും കെട്ടും പിന്നെയും അഴിഞ്ഞു പോകും. അപ്പോൾ ഈ കൊച്ചിനെ കുറേ പേര് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അതിന് കരയണമെന്ന് വരെ തോന്നിപ്പോയി. മുറ്റത്തെവിടെയോ തകർന്നു നടക്കുന്ന കളികളിൽ നിന്നും തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്ന് ഓർമ്മിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങിത്തീർന്നു. അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീലകണ്ഠൻ പറയും, അനുതാര, ഇന്ന് വരുമെന്ന് എനിക്ക് അറിയായിരുന്നല്ലോ. നീ ഇന്ന് വരുമെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയത്തില്ലേ? ഓരോ ഭാഷയുടെ കേട്ടോ, ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയല്ലേ. അപ്പം അനുതാര, ഇന്ന് നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നല്ലോ. ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു താര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും. എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സാന്ത്വനം പോലെ പറയുകയും ചെയ്യും. എൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ഫക്രാനങ്കലിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും കേട്ടോ, അതാ പുസ്തകത്തിലെയാണ്, ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപായി ലഹളകളും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേരുവിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും. ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാൻ അങ്ങോട്ടായില്ല. ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ അങ്ങ് വഴിമാറി നടന്നു. ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനുമായില്ല. അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ അത് പക്ഷേ തോന്നിയതുമില്ല. മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരെക്കാളും ഭംഗിയായിട്ട് ചിരിക്കും. കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി. 2 ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന്. നോക്കണേ കുഞ്ഞുങ്ങളെ, നീലകണ്ഠനെ കുറിച്ചൊക്കെ എഴുതാൻ ചോദിക്കും കേട്ടോ. 2 ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന്. ഒന്ന് വെള്ളയും മറ്റൊന്ന് പച്ചയും. നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറി ഉണ്ടാവും. നീലകണ്ഠനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനാട്ടോ. ഒരുപാട് ബസ്സും കാറും ലോറിയും ഒക്കെ ചീറി പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി. വീട്ടിൽ പുറം വേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതിയമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത്. നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചു. ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കൊച്ച് നീലകണ്ഠനായതുകൊണ്ട് ഈ നീലകണ്ഠന് ബുക്കും പുസ്തകമൊക്കെ കൊടുക്കാനും സ്ലേറ്റും പെൻസിലും ക്രയോണും ഒക്കെ കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അല്ലയോ? എന്നാലോ പാവം നീലകണ്ഠൻ അച്ഛനില്ല. അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല. അച്ഛനില്ലാത്ത അവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി. പുതിയ ചെരുപ്പ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും 8 കാലിയെ കൊല്ലാനും
അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും എന്ന് ഓർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നീലകണ്ഠൻ അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു. നീലകണ്ഠന് മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത്. പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ ഈ നീലകണ്ഠന് കൊടുത്തു. ഒന്നാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസ് ടീച്ചർ എന്നെ നീലകണ്ഠൻ്റെ അടുത്തിരുത്തി. പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും ഞാൻ ആ സ്ഥാനം മാറിയില്ല. ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു. നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു. രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാനും മിണ്ടാതെയിരുന്നു. ഇൻ്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപ്പീലിയും താമരമുട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും ഒക്കെ തന്നു. ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നത്. ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠൻ്റെ കണ്ണുകൾ വിടർന്നു. ഇത് ജീവനുള്ള മയിലാന്നാ ഞാൻ വിചാരിച്ചത്. അവിടെ നോക്കണേ നിങ്ങളെ, ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോഴും നീലകണ്ഠൻ്റെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നു. എന്നിട്ട് ചോദിക്കും, ഇത് ജീവനുള്ള മയിലാന്നാ ഞാൻ വിചാരിച്ചത് കേട്ടോ എന്ന് ഒരത്ഭുതത്തിൽ. ഈ വീടിൻ്റെ തുറന്നിട്ട വാതിൽ കൂടി ഞാനിപ്പോൾ അകത്ത് കറക്കും എന്നൊരു തമാശയെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി. ആദ്യം ഒരു മയിൽ, പൂച്ച, വീട് ഇതൊക്കെ വരയ്ക്കാൻ അറിയാമായിരുന്നുള്ളൂ. നീലകണ്ഠൻ്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്ത് അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപ്പീലിക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു. എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കിയാണത് പറഞ്ഞത്. കണ്ടല്ലോ, മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന്. ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നു പോകുമായിരുന്നു. 5ാം ക്ലാസ്സിലെത്തിയതോടെ ഞങ്ങളെല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു. അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാനും തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം, ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്ന് ആരോ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും 5ാം ക്ലാസ് ആയപ്പം രണ്ടുപേരും 2 സ്കൂളിലായിരുന്നു ഞങ്ങളെ. അപ്പം ഇവർ ഈ പെൺകുട്ടി പഠിക്കുന്നിടത്ത് അവൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികൾ മാത്രം വേറെ സ്കൂളിലും അല്ലേ. അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെയായി അല്ലേ. ഒരുപാട് ആൺകുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ, നമ്മുടെ നീലകണ്ഠന് ഒരു പെരുമഴയത്തെ ഒരു തുള്ളി പോലെയായെന്ന്. നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ്, പഠിക്കെന്ന് പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല, തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മൂക്കൂത്തിയും നക്ഷത്രക്കണ്ണുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു. അതുവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെ എനിക്കറിയാമായിരുന്നുള്ളൂ, അത് നമ്മുടെ നീലകണ്ഠനായിരുന്നു. അമ്മയും അച്ഛനും മാറി മാറി പറയുന്നത് കൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ള ഒരു കമ്മൽ, ചിത്രശലഭങ്ങൾ, പറന്നു കിടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നത് കൊണ്ടും പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം അല്ലേ. നീ പഠിച്ച് നല്ല മാർഗ്ഗം മേടിച്ചു കൊണ്ട് വരാമെങ്കിൽ നിനക്ക് അത് മേടിച്ചു തരാം, ഇത് മേടിച്ചു തരാം അല്ലേ എന്ന് പറയുന്ന കുട്ടികളായിരുന്നു ഞങ്ങളെല്ലാം. പക്ഷേ നീലകണ്ഠനോ ആരും പറയേണ്ട, അവൻ തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഇതിനകത്തിൽ എത്ര പേരുണ്ടോ നിങ്ങളെ തന്നെ ഇരുന്ന് പഠിക്കുന്നത്? അച്ഛനും അമ്മയും എത്ര തവണ പറയണമായിരിക്കും നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് നല്ല ഫ്രഷായിട്ട് വന്നിരുന്നിട്ട് രാവിലെ എന്തൊക്കെയാണ് അന്നത്തെ ദിവസത്തെ ടൈം ടേബിൾ എന്ന് വെച്ചാൽ എടുത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകാൻ. കുളിച്ച് നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി വേണം സ്കൂളിൽ പോകാൻ കേട്ടോ. പോയിട്ട് വന്നതിന് ശേഷവും നല്ലതുപോലെ കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വീടിന് വട്ടവും അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടക്കണം കേട്ടോ. എന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി. 7 മണി മുതൽ ഒരു 9:30-10 മണി വരെയെങ്കിലും പഠിക്കണം കേട്ടോ. എന്നായാലും പഠിച്ചാൽ ഗുണമുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. പഠിച്ചെങ്കിലേ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രയോജനമുള്ളൂ കേട്ടോ. അപ്പം നോക്കിയേ, പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും നീലകണ്ഠനെ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി.
വേറെ സ്കൂളിൽ നിന്നും വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ആ ഇടയ്ക്കാണ് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങിത്തന്നു. പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നു. ഒരു കൂട് പെൻസിൽ എത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറയുകയും ചെയ്തു. ഇവളെല്ലാത്തിൻ്റെയും കുറച്ചെടുത്തിട്ട് ബാക്കി കൊണ്ടുവന്ന് കവറിട്ട് വെക്കും. ആർക്കാ? നമ്മുടെ നീലകണ്ഠന് കൊടുക്കാൻ. സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തിരഞ്ഞ് തോറ്റു. അവൻ വേറെ സ്കൂളിലല്ലേ, അപ്പോൾ ഒരുപാടിടത്ത് ഇങ്ങനെ ഇവളെന്നും തിരയുമായിരുന്നു. വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലെത്തി അല്ലേ. പിടികിട്ട ഉയരത്തിൽ പറന്ന് തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കൈയെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന് ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു. നീലകണ്ഠന് ഒരു വലിയ പനി വന്ന് അവൻ്റെ കണ്ണ് കാണാണ്ടായിന്ന്. ഇനി സ്കൂളിൽ വരില്ലാത്രേ. ഞാനത് തീരെ ഗൗനിച്ചില്ല. അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരും കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്ക് ഓടി. കൈലി ഉടുത്ത് ബ്ലൗസിനു മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നതിന് അരികെ നീലകണ്ഠൻ ഇരിക്കുന്നു അല്ലേ. പോണേന് മുമ്പ് മോളെ കാണാൻ വരണോന്ന് വാശി അല്ലായിരുന്നോ ഇവന്? എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞു. കണ്ടോ, നീലകണ്ഠൻ്റെ അമ്മയായിരുന്നു. നീലകണ്ഠനും അമ്മയും കൂടി ഈ കൊച്ചിനെ കാണാൻ വന്നതാ കേട്ടോ. അപ്പോൾ എന്താ, ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോവുക. ഈ പോകുന്നതിന് മുമ്പ് മോളെ ഇവനൊന്ന് കാണണമെന്ന് ഇവന് ഭയങ്കര വാശിയായിരുന്നു. എന്നാൽ ആ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് നീലകണ്ഠൻ്റെ അമ്മ പറയുന്നതാണ്. എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി ഞാൻ. നീലകണ്ഠൻ എന്നാർത്ത് വിളിച്ച് ഞാൻ നീലകണ്ഠൻ്റെ അടുത്ത് ചെന്നു നിന്നു. നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു. എന്താണിങ്ങനെ എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. നീലകണ്ഠൻ്റെ അമ്മ ഒന്നുകൂടി കരഞ്ഞു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു. മന്ദാരപ്പൂ പോലെ. ഇവൻ്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോവുകയാണ്. അങ്ങ് കിഴക്കൻ നാട്ടിൽ എൻ്റെ അമ്മാവൻ്റെ കൂടെ കഴിയാനാ ഇനിയും വിചാരിച്ചേക്കുന്നത്. നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കരഞ്ഞ് ഒച്ചയിടറി. ശബ്ദമില്ലാത്ത കരച്ചിലേക്കെത്തിയ അവരെ ആ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്ന തളിര് കൊണ്ടുവന്നിരുന്നു. പുന്നയുടെ തളിര് കൊണ്ടുവന്നിരുന്നു. തളിർത്ത് നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തിപ്പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്ത് നിൽക്കുമ്പോൾ നീലകണ്ഠൻ്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു. അത് വെട്ടി വിറ്റു. തീർത്താലും തീരേണ്ടല്ലേ കടം. അതോടെ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി. അയ്യയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കൈകോർത്തു പിടിച്ച് ചവിട്ടുപടിയിൽ ഇരുന്നു. കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടു നോക്കി. ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. ഓരോ മുറിയിലും കൂടി എനിക്ക് കരച്ചിൽ വരുന്നല്ലോ കുഞ്ഞുങ്ങളെ. ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്? അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിലെന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരിയും കുറച്ച് രൂപയുമായിട്ട് നിന്ന നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ഒരു മിനിറ്റ് കുഞ്ഞുങ്ങളെ, എനിക്ക് കരച്ചിൽ വരും.
ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്? അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരിയും കുറച്ച് രൂപയുമായി നിന്ന നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി. ഇനി എനിക്ക് എന്തിനാ പെൻസില്? എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു, ഇതെന്താ നിറം? ഇതിനോ? കൈ ഓർത്തു പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. ഇനി എൻ്റെ പങ്കുകൂടി അങ്ങ് അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞു. ഈറനായ ഒരു പൊട്ടിച്ചിരിയും തീർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങിയെന്ന്. നല്ല കഥയല്ലേ കുഞ്ഞുങ്ങളെ? പ്രിയ ASൻ്റെ നല്ലൊരു കഥയായിരുന്നല്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി കരയാൻ. ചിരിക്കാനും അതുപോലെ. ചിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കുകയും ചെയ്യും, കരയേണ്ട എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞാൻ കരയുകയും ചെയ്യും കുഞ്ഞുങ്ങളെ. അതാ എൻ്റെ ഒരു സ്വഭാവം കിട്ടും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. ഓക്കെ, കഥ കൊള്ളാമല്ലോ. ഒന്ന് നോക്കിക്കേ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ പറ്റുമോ? താളുകൾക്കിടയിലൊരു മയിൽപ്പീലി. പ്രിയ ASൻ്റെ വിശകലനക്കുറിപ്പാണ്. നമ്മുടെ ചോദ്യം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ വിശകലനക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ചോദ്യം എഴുതിയില്ല, അത്രയും സ്ഥലം ലാഭിച്ചതാണ്. എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാനങ്ങ് മറന്നുപോയി. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ കഥ കേട്ട ആൾക്കാർക്ക് അത് മനസ്സിലാവും അല്ലേ? എന്ന് വെച്ചാൽ പ്രിയ ASൻ്റെ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി. അതവിടെ ഞാനത് സൂം ചെയ്ത് കാണിക്കും. ഞാനത് എഴുതിയത് പ്രിയ ASൻ്റെ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി സംഗീതപ്രേമിയായ ഒരു ബാലൻ്റെ കഥയാണ് കേട്ടോ. അങ്ങനെ എഴുതണം കേട്ടോ. സംഗീതപ്രേമിയായ ഒരു ബാലൻ്റെ കഥയാണ് ഫസ്റ്റ് വരി കേട്ടോ. ഈ കഥയിലുടനീളം അനുതാര തൻ്റെ അസുഖം കാരണം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദനകളെക്കുറിച്ച് പറയുന്നുണ്ട്. അനുതാരയും നീലകണ്ഠനും ഒന്നിച്ചു പഠിക്കുന്നവരാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അനുതാരയും നീലകണ്ഠനും ഒന്നിച്ചു പഠിക്കുന്നവരാണ്. അടുത്തടുത്തിരുന്നാണ് പഠിക്കുന്നത്. രോഗിയായതിനാൽ ക്ലാസ്സിൽ അനുതാര സ്ഥിരമായി വരാറില്ല. വരുമ്പോൾ നോട്ട്ബുക്കിൽ പഠിപ്പിച്ച എല്ലാ ഭാഗവും നീലകണ്ഠൻ എഴുതി കൊടുക്കും. പരീക്ഷയ്ക്ക് നീലകണ്ഠൻ്റെ അടുത്താണ് അനുതാര ഇരിക്കുന്നത്. എല്ലാം അനുതാരയ്ക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ചുരുക്കി എഴുതി വച്ചിരിക്കുകയാണ്, കാണാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? നീലകണ്ഠൻ അനുതാരയുടെ ജീവിതത്തിലെ ഒരു പ്രകാശ ബിന്ദുവാണ്. അവൻ്റെ നിഷ്കളങ്കമായ പ്രശംസയും സ്നേഹവും അവളുടെ വേദനകളെ ഇല്ലാതാക്കുന്നു. മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന പ്രയോഗം അനുതാരയുടെ കണ്ണുകളുടെ ഭംഗിയെ മാത്രമല്ല അവളുടെ ഉള്ളിലെ നിഷ്കളങ്കതയെയും സൂചിപ്പിക്കുന്നു. നീലകണ്ഠൻ അനുതാരയോട് പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളത് മയിൽപ്പീലിക്കാണെന്ന്. അതുകൊണ്ടാണ് അനുതാരയുടെ കണ്ണുകളെ മയിൽപ്പീലി കണ്ണുകളോട് ഉപമിച്ചിരിക്കുന്നത്. ഇത് അനുതാരയും നീലകണ്ഠനും തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹബന്ധത്തെ എടുത്തു കാണിക്കുന്നു കേട്ടോ. ആ പാഠഭാഗത്തെക്കുറിച്ചൊരു വിശകലന കുറിപ്പ് ചോദിച്ചാൽ ഇതിങ്ങനെ രണ്ട് ഇതായിട്ട് അങ്ങ് എഴുതിക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇത് പോസ് ചെയ്ത് സമാധാനത്തെ ഇരുന്ന് എഴുതി എടുക്കണം. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത രണ്ടാമത്തെ അതിൻ്റെ ചോദ്യം മന്ദാരപ്പൂ പോലെ, നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. ആണ്ടേ പ്രയോഗഭംഗി. ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല നിങ്ങളെ. പ്രയോഗഭംഗി. മന്ദാരപ്പൂ പോലെ, പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. ഈ കഥയെ മനോഹരമാക്കുന്ന ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മുടെ ടെസ്റ്റിലുണ്ട്. കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക. ചോദ്യം കണ്ടല്ലോ, അതാണ് ഇവിടെ. മന്ദാരപ്പൂ പോലെ എന്ന് പറയുന്നത് ഈ പ്രയോഗം നീലകണ്ഠൻ്റെ ചിരിയെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. നീലകണ്ഠൻ്റെ ചിരിയുടെ സൗന്ദര്യമാണ് മന്ദാരപ്പൂ പോലെ എന്ന് ഉപമയിൽ തന്നിരിക്കുന്നത് കേട്ടോ, അല്ലെ ലഭിക്കുക തന്നിരിക്കുന്നതെന്ന്. പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. ഇവനെ ആ സ്കൂളിൽ നിന്ന് മാറ്റി വേറെ സ്കൂളിലായപ്പോൾ ഒരുപാട് ആൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അതല്ലേ. ആ സ്കൂളിനകത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ നീലകണ്ഠനെ കൊണ്ട് നിർത്തിയപ്പോൾ ആ വലിയ പെരുമഴ പെയ്യുമ്പോൾ അതിനകത്തിൽ ഒരു തുള്ളി പോലെയായിരുന്നു അവൻ അല്ലേ. വലിയൊരു സ്കൂളിൽ നീലകണ്ഠൻ എത്രമാത്രം ചെറുതും അപ്രധാനിയുമായിരുന്നു എന്ന് ഈ പ്രയോഗം വ്യക്തമാക്കുന്നു. ഒരു തുള്ളി വെള്ളം പെരുമഴയിൽ ലയിച്ചു പോകുന്നത് പോലെ നീലകണ്ഠനെ ആ വലിയ സ്കൂളിൽ ആരും അറിയാതെയായി എന്ന് സൂചിപ്പിക്കുന്നു.
അതുപോലെ ഒരെണ്ണം കൂടെ നമ്മൾ എഴുതാം, 1 2 ഒക്കെ എഴുതാൻ പറയുന്നുണ്ട്. നക്ഷത്രം പോലെ ജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകളാണ്. ഈ പറയുന്ന ആരാന്നറിയോ? നമ്മുടെ ആതിര ടീച്ചറുടെ കണ്ണുകളെയാണ് വിശേഷിപ്പിക്കുന്നത്. ടീച്ചറുടെ വ്യക്തിത്വം കേട്ടോ, വ്യക്തിത്വത്തിലെ നാക്കിപ്പോൾ ഉരിപോയില്ലയോ, തിളക്കവും ആകർഷകത്വവും ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നു കേട്ടോ. അടുത്തത് കണ്ടെത്തി എഴുതുക. അത് വെട്ടി വിറ്റു, തീർത്താലും തീരേണ്ടതല്ലേ കടം എന്ന് വെച്ചാൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി പോയപ്പോൾ അവർ അമ്മ പറയുന്നത് ഇനി അവിടുത്തെ ഒരു മരമുണ്ട് അതങ്ങ് വെട്ടി വിൽക്കാം, എന്നാലും കടം തീരണ്ടേ. അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത്, നോക്കൂ ഞാൻ കരയണില്ലല്ലോ. നമ്മുടെ നീലകണ്ഠൻ പറയുന്നതല്ലേ, അവർ അമ്മയൊക്കെ കരയുന്ന കണ്ട പറഞ്ഞു എന്തിനാ കരയുന്നത്, ഞാൻ കരയണില്ലല്ലോ. ഇനി എൻ്റെ പങ്ക് കൂടി അനിതാരെ അങ്ങ് പഠിച്ചോളൂ അല്ലേ, ഇനി സ്കൂളിൽ അവന് പോകാൻ പറ്റത്തില്ല, കണ്ണ് കാണത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാനുള്ളത് കൂടി അനിതാരെ അങ്ങ് പഠിച്ചോളാൻ അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ വേറെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉണ്ടോ എന്നാ ചോദിച്ചേക്കുന്നത്. കണ്ടെത്തി എഴുതാം. അതുപോലെ നമ്മുടെ ടെസ്റ്റിൽ വേറെ വല്ലതൊക്കെ ഉണ്ടോ നിങ്ങൾ അതൊക്കെ. മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ, മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട്. ഇത് ജീവനുള്ള മയിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ രണ്ട് കോമയൊക്കെ ഇട്ട് എഴുതാനാട്ടോ. അനിതാര ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നല്ലോ ഇല്ലയോ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കണ്ടെത്തി എഴുതാൻ നമ്മുടെ ടെസ്റ്റിനകത്തിലുള്ളതാട്ടോ, നിങ്ങൾ കണ്ടെത്തി എഴുതാനാ. ഇനി എനിക്കെന്തിനാ പെൻസില് അല്ലേ, ലാസ്റ്റിൽ അവൾ ആ പെൻസിൽ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇനി എനിക്കെന്തിനാ പെൻസില് ഇല്ലയോ നിങ്ങളെ. ഓക്കെ, നാലാമത്തത് അനിതാരയ്ക്ക് കരയണമെന്ന് തോന്നിയത് എപ്പോഴാണ് നിങ്ങളെ? മരുന്നിൻ്റെ ശക്തിയിൽ പൊടിഞ്ഞുപോയ തലമുടിക്ക് മുകളിലൂടെ കെട്ടിയ സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും കൂട്ടുകാരുടെ മുമ്പിൽ അനിതാര ഇങ്ങനെ നിന്നു. കൂട്ടുകാരുടെ അപരിചിതത്വം കണ്ടപ്പോൾ അനിതാരയ്ക്ക് അങ്ങ് പൊട്ടിക്കരയണമെന്ന് തോന്നി അല്ലേ. ഇനി സ്വന്തമായിട്ട് എഴുതാനൊക്കെ കുഞ്ഞുങ്ങളെ നമ്മുടെ നീലകണ്ഠനെക്കുറിച്ച് ചോദിച്ചാൽ മിനിമം ഇത്രയെങ്കിലും എഴുതണം. എന്താണെന്നറിയോ, അനിതാരയുടെ സഹപാഠിയാണ് നമ്മുടെ നീലകണ്ഠൻ, നന്നായി പഠിക്കുന്നവനാണ്. എന്നാൽ നീലകണ്ഠൻ അച്ഛനില്ലെന്ന് അനിതാര അറിയുന്നത് വളരെ വൈകിയാണ്. അസുഖം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും അനിതാര വരുമ്പോൾ അവൾക്ക് വേണ്ടുന്ന നോട്ടുകളെല്ലാം എഴുതി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മുടെ നീലകണ്ഠനായിരുന്നു. എന്നാൽ അതെല്ലാം പഠിക്കുവാൻ അനിതാരയ്ക്ക് കഴിഞ്ഞില്ല. അവൾ അത്രയും ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ട് വന്നപ്പം എല്ലാ നോട്ടുകളും കൊണ്ട് എഴുതി നമ്മുടെ അനിതാരയുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അവൾക്ക് അതെല്ലാം ഒന്നും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചിത്രം വരയ്ക്കുമ്പോൾ രണ്ടുപേരും താല്പര്യത്തോടെയായിരുന്നു പങ്കെടുത്തിരുന്നത്. ചിത്രം വരയ്ക്കാനുള്ള പെൻസിലുകൾ അനുരാധയായിരുന്നു. അനുതാരയെന്നല്ലേ കുഞ്ഞുങ്ങൾ, അനുരാധ എന്നാ ചിലയിടത്ത് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പേര് നോക്കണേ, വാങ്ങിക്കൊടുക്കും. ഒരിക്കൽ ഈ അനുതാര മയിലിൻ്റെ പടം വരച്ചപ്പോൾ നീലകണ്ഠൻ അവിടെ നിന്ന് പറഞ്ഞു അവളുടെ കണ്ണുകൾ മയിൽപ്പീലി പോലെയാണെന്ന് അല്ലേ. കാലത്തിന് ശേഷം അങ്ങനെ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഈ അനുതാര നീലകണ്ഠനെ അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ഇടയ്ക്ക് നമ്മൾ കൈനിട്ടൊക്കെ എഴുതിക്കണം, അങ്ങനെ ആശുപത്രിയിൽ പോകുന്നതും അല്ലേ. കുറേ നാൾ കാണാതിരുന്നു. കാലത്തിന് ശേഷം അനിതാര നീലകണ്ഠനെ കണ്ടില്ല. പിന്നെയാണ് അവൾ അറിഞ്ഞത് നീലകണ്ഠൻ്റെ പനിയാണെന്നും അതോടെ അവൻ്റെ കാഴ്ചശക്തി, അതാരാ ദമയന്തി അല്ലേ പറഞ്ഞത് അല്ലേ, ജയന്തി അല്ലേ, കാഴ്ചശക്തിയും പോയെന്നും. പക്ഷേ അനിതാര അത് ആദ്യമൊന്നും വിശ്വസിച്ചില്ല അല്ലേ. ഇത് സ്വന്തമായിട്ട് എഴുതാനുള്ള കേട്ടോ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു നാൾ നീലകണ്ഠനും അവൻ്റെ അമ്മയും കൂടി അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞു അല്ലേ. നീലകണ്ഠൻ അപ്പം എന്തായിരുന്നു, അന്ധനായിരുന്നു. ഇനി തനിക്കും കൂടി അനിതാര അങ്ങ് പഠിക്കണം എന്ന് പറഞ്ഞ് ആ അമ്മയോടൊപ്പം പോകുന്ന നീലകണ്ഠനെ നോക്കി അനിതാര ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് അല്ലേ. ഈ കഥയിലെ ശക്തമായ ഒരു കഥാപാത്രമാണ് നമ്മുടെ നീലകണ്ഠൻ കേട്ടോ. അപ്പോൾ ഈ കഥ നല്ലതുപോലെ അങ്ങ് പഠിക്കണം കുഞ്ഞിലെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ അറിയണം. അറിയത്തില്ല എന്നും പറഞ്ഞിരിക്കുക, അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. പിന്നെ തെറ്റാതെ അക്ഷരത്തെറ്റില്ലാതെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. എഴുതുന്നത് നിങ്ങൾ ഒരു വരി എഴുതുമ്പോൾ ആ ഒരു വരി ഒന്നുകൂടെ വായിച്ച് നോക്കണം. അതിനകത്തിൽ എന്തൊക്കെ തെറ്റുകൾ, പള്ളിയും പുള്ളിയൊക്കെ ഇട്ടേക്കുന്നത് ശരിയാണോ, ആവശ്യമില്ലാത്ത വല്ലതൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അടുത്ത വരി എഴുതണം കേട്ടോ. കഥ നല്ലപോലെ പഠിച്ചിട്ട് വേണം നിങ്ങളെ പരീക്ഷിക്കുവാൻ കേട്ടോ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 2 പാഠം ഇട്ടിട്ടുണ്ട്, 2 പാഠത്തിൻ്റെയും നോട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്തേക്കണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, മനസ്സിലായെങ്കിൽ കമൻ്റ് ഒന്ന് പറയണേ. താങ്ക് യു.